നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സ്വകാര്യ വിമാന കമ്പനിയായ സ്പൈസ് ജെറ്റിനെതിരെ നടപടിയുമായി ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. തുടർച്ചയായി സാങ്കേതിക പ്രശ്നങ്ങൾ ആവർത്തിച്ച സാഹചര്യത്തിലാണ് DGCA കടുത്ത നടപടികളിലേക്ക് വിമാന കമ്പനിക്കെതിരെ നീങ്ങിയിരിക്കുന്നത്. 2 മാസത്തേക്ക് സ്പൈസ് ജെറ്റിന്റെ വിമാന സർവീസ് വെട്ടിക്കുറച്ചിരിക്കുകയാണ്. 50% സർവീസ് മാത്രമേ ഈ കാലയളവിൽ സ്പൈസ് ജെറ്റിന് ഓപ്പറേറ്റ് ചെയ്യാനാവൂ എന്നാണ് DGCAയുടെ കർശന നിർദ്ദേശം. DGCA നടത്തിയ പരിശോധനയിൽ സ്പൈസ് ജെറ്റിന്റെ സുരക്ഷാ മുൻകരുതലുകളും മെയിന്റനൻസും പര്യാപ്തമല്ല എന്ന് കണ്ടെത്തിയിരുന്നു. അടുത്ത 8 ആഴ്ച സ്പൈസ് ജെറ്റിന്റെ പ്രവർത്തനങ്ങൾ DGCA നിരീക്ഷിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടികൾ എന്നും ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്തിടെയായി സാങ്കേതിക പ്രശ്നം മൂലം സ്പൈസ് ജെറ്റ് അടിയന്തരമായി നിലത്തിറക്കിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. സ്പൈസ് ജെറ്റ് വിമാന കമ്പനിക്ക് ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഏവിയേഷൻ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. വിമാനങ്ങൾ നിരന്തരം തകരാറ് മൂലം തിരിച്ചിറക്കിയതിലാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നത്. കഴിഞ്ഞ 18 ദിവസത്തിനിടെ ഏകദേശം 8ഓളം തകരാറുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ദുബായ്ക്ക് പുറപ്പെട്ട് ഡൽഹിയിൽ നിന്നുള്ള വിമാനം കറാച്ചി വിമാനത്താവളത്തിൽ ഇറക്കിയതടക്കമുള്ള വിഷയങ്ങൾ നേരത്തെ തന്നെ DGCAയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു നടപടി. സ്പൈസ് ജെറ്റ് വിമാനങ്ങളിൽ തകരാറുകൾ ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ DGCA നേരത്തെ വിശദീകരണവും തേടിയിരുന്നു. സ്പൈസ് ജെറ്റ് വിമാനങ്ങൾ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിലും നിയമപ്രകാരം സുരക്ഷ ഒരുക്കുന്നതിലും വീഴ്ച വരുത്തിയെന്നും DGCA സ്പൈസ് ജെറ്റിന് നൽകിയ നോട്ടീസിൽ പറഞ്ഞിരുന്നു. യാത്രക്കാരുടെ സുരക്ഷയാണ് പരമപ്രധാനമെന്നും സുരക്ഷയെ ബാധിക്കുന്ന ചെറിയ സംഭവങ്ങളിലും കർശനമായ അന്വേഷണവും നടപടിയും ഉണ്ടാകുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയും ട്വിറ്ററിൽ കുറിച്ചിരുന്നു. സ്പൈസ് ജെറ്റിന്റെ ഡൽഹിയിൽ നിന്ന് ദുബായിലേക്ക് പോയ വിമാനം പാകിസ്ഥാനിലെ കറാച്ചി വിമാനത്താവളത്തിൽ ഇറക്കിയ സംഭവത്തിലും സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. ദുബായിലേക്ക് പറന്നുയർന്ന വിമാനം യാത്രക്കിടെ കറാച്ചി വിമാനത്താവളത്തിൽ ഇറക്കുകയായിരുന്നു. വിമാനത്തിന്റെ ഇൻഡിക്കേറ്റർ ലൈറ്റിന് തകരാർ കണ്ടെത്തിയതിനെ തുടർന്നാണ് വിമാനം പാകിസ്ഥാനിൽ അടിയന്തരമായി ഇറക്കിയതെന്നായിരുന്നു വിമാന കമ്പനി ഇതിൽ നൽകിയ വിശദീകരണം. എമർജൻസി ലാൻഡിംഗ് ആയിരുന്നില്ലെന്നും സാധാരണ നിലയിലുള്ള ലാൻഡിംഗ് ആയിരുന്നുവെന്നും വിമാന കമ്പനി വക്താവ് വിശദീകരണം നൽകിയത്. തകരാർ കണ്ടെത്തിയ സാഹചര്യത്തിലായിരുന്നു വിമാനം ഇത്തരത്തിൽ ഇറക്കിയത്. യാത്രക്കാരെല്ലാവരും സുരക്ഷിതരാണെന്നും വിമാന കമ്പനി വക്താവ് അറിയിച്ചിരുന്നു. വിമാന കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗിക അറിയിപ്പ് വന്നതിന് പിന്നാലെയായിരുന്നു DGCA അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നത്. എന്തായാലും 2 മാസത്തേക്ക് സ്പൈസ് ജെറ്റിന്റെ വിമാന സർവീസ് വെട്ടിക്കുറച്ചിരിക്കുന്ന DGCA നടപടി പ്രവാസികൾക്ക് എത്രമാത്രം തിരിച്ചടിയാവുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയണം. 50% സർവീസുകൾ മാത്രമേ ഈ കാലയളവിൽ സ്പൈസ് ജെറ്റിന് ഓപ്പറേറ്റ് ചെയ്യാനാകൂ. അതിനാൽ ഏതൊക്കെ ഇടങ്ങളിലേക്കുള്ള സർവീസുകളാണ് സ്പൈസ് ജെറ്റ് വെട്ടിക്കുറയ്ക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വളരെ ലാഭകരമായ റൂട്ടിലേക്കുള്ള സർവീസുകൾ മാത്രമാണോ ഈ കാലയളവിൽ സ്പൈസ് ജെറ്റ് നടത്തുകയെന്നതും ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ DGCA നടപടിയിൽ സ്പൈസ് ജെറ്റ് അധികൃതർ ഒരു തരത്തിലുള്ള പ്രതികരണവും നടത്തിയിട്ടില്ല. വരും ദിവസങ്ങളിലുള്ള സ്പൈസ് ജെറ്റിന്റെ വിമാന സർവീസുകളെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്തി അധികൃതർ മുന്നോട്ട് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.